യഹോവ യെരൂശലേമിനെ പണിയുന്നു. അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. 147 സങ്കീർത്തനം 2-3 വചനങ്ങൾ. ദൈവം പുരോഹിതന് വേണ്ടി ഭവനം പണിയുന്നു. എന്നാൽ എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എൻ്റെ അഭിഷിക്തന്റെ മുൻപാകെ നിത്യം പരിചരിക്കും. 1 ശമൂവേൽ 2:35 വചനം. ദൈവം പട്ടണങ്ങളെ പണിയുന്നു. ദൈവം സിയോനെ രക്ഷിക്കും. അവൻ യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. 69 സങ്കീർത്തനം 35 വചനം. ദൈവം യെരൂശലേമിന്റെ മതിലുകളെ പണിയുന്നവൻ. ദൈവം തകർന്നു കിടക്കുന്ന കുടുംബത്തെ പണിയുന്നവൻ. അതിലെ സാമ്പത്തിക മേഖലകളെയും സംരക്ഷണ മേഖലകളെയും പണിയുന്നവൻ. മാത്രമല്ല, ദൈവം സഭയെയും പണിയും. യേശു പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മത്തായി 16:18 വചനം. ദൈവം ശുശ്രൂഷ മേഖലകളെ പണിയുവാൻ ഇടയാകും. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. അതിൻ്റെ ശൂന്യ അവശിഷ്ടങ്ങൾ വീണ്ടും പണിത് അതിനെ നിവർത്തും. പ്രവൃത്തികളുടെ പുസ്തകം 15-16 വചനം. ബാബിലോൺ രാജാവ് യെരൂശലേമിനെ തകർത്തു. എന്നാൽ പൊളിച്ചു കളഞ്ഞതിനെ യഹോവ പണിതെടുത്തു. മനുഷ്യൻ പൊളിച്ചതിനെ ദൈവം പണിയുന്നു. പ്രാണഭയത്താൽ ഓടിപ്പോയവരെ ദൈവം കൂട്ടിവരുത്തുന്നു. യഹോവ മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്നു. അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. മനസ്സിലെ മുറിവുകളെ സൗഖ്യമാക്കാതെ ആത്മീയ സൗഖ്യം സാധ്യമല്ല. മുറിവുള്ളവർ യുദ്ധം ചെയ്യുവാൻ യോഗ്യത ഉള്ളവനല്ല. ആത്മീയമായ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണം. നാളുകൾക്ക് മുൻപ് മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങാതെ അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർ സാത്താന്റെ കരങ്ങളിലെ ആയുധങ്ങളായി മാറും. മുറിവ് ഉണങ്ങാതിരിക്കുന്നത് സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴാണ്. എന്നാൽ ശത്രുവിനോട് പോലും പൊറുക്കുകയും അവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്ത യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ എല്ലാം സഹിക്കുവാനും പൊറുക്കുവാനും നമുക്ക് സാധ്യമാകും. ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറിവുകളെ ഉണ്ടാക്കുന്നത് സാത്താനാണ്. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:6 വചനത്തിൽ നാം വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പും ഇല്ല. യിരെമ്യാവ് 30:12-13 വചനങ്ങൾ. ഹൃദയത്തിലെ മുറിവുകൾ ഏതു തരത്തിലുള്ളതാണെങ്കിലും അവയെ പരിശുദ്ധാത്മാവിന്റെ തൈലം കൊണ്ട് കഴുകുവാൻ കഴിയും. ആത്മാവിനാൽ ഉണങ്ങാത്ത ഒരു മുറിവും ഇല്ല. കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യന്റെ മുറിവ് ശമരിയാക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്നു കെട്ടി സൗഖ്യമാക്കി. സാത്താൻ എന്ന കള്ളൻ മുറിവുകൾ ഉണ്ടാക്കും. എന്നാൽ യേശു മുറിവിലേക്ക് എണ്ണയും വീഞ്ഞും പകർന്നു തരും. വീണ്ടും വന്ന് നമ്മെ ചേർക്കുകയും ചെയ്യും. ജീവിതത്തിലെ സകല തകർച്ചകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാരണം യഹോവ പണിയുന്നവനാണ്. ജീവിതത്തിലെ സകല മുറിവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാരണം
യഹോവ മുറിവ് കെട്ടുന്നവനാണ്. നിന്റെ സാക്ഷാൽ രോഗങ്ങളെ വഹിക്കുന്നവൻ ആ യഹോവ പറയുന്നു, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഞാൻ വരുത്തും. യിരെമ്യാവ് 30:17. യഹോവ സൗഖ്യമാക്കുന്നവനാണ്. റാഫ യഹോവ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com